പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്വാതന്ത്ര്യമെന്ന ശുശ്രൂഷയിലൂടെ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അനുകൂല സാഹചര്യങ്ങളും തന്ന സർവശക്തനായ ദൈവത്തെ മുന്നമേ സ്തുതിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും വിനയത്തോടെ യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നേ ദിവസം അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിലുള്ളതായ ഒരു ഭാഗമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിൻ്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എങ്കിലും ഇന്ന് നമ്മുടെ പ്രായോഗിക ജീവിതവുമായി, കൊച്ചു ജീവിതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് ആ ഒരു ധ്യാനചിന്ത വീണ്ടും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് ഇന്ന് ഒന്നുകൂടി ധ്യാനിക്കുവാൻ ബലഹീനനായി ഞാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആശ്രയിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത്, ആ കാലത്ത് ഓമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അവിടെ വചനം പറയുന്നുണ്ട്, തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ഈ ആഹാബ് രാജാവ് ചെയ്തു. ദുഷ്ടനായ ഒരു രാജാവായിരുന്നു ആഹാബ് രാജാവ്. തന്നെയുമല്ല, ഇസബേലിനെ പരിഗ്രഹിച്ച് വിവാഹം ചെയ്ത് ആ രാജ്ഞിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ നാം വീണ്ടും കാണുന്നത് ബാൽദേവനെ സേവിച്ച് നമസ്കരിക്കുകയാണ്. പോരാ, ശമരിയായിൽ പണിത ബാലിൻ്റെ ക്ഷേത്രത്തിൽ ഒരു ബലിപീഠമുണ്ടാക്കി. തന്നെയുമല്ല, ആഹാബ് രാജാവ് ഒരു അശേര പ്രതിഷ്ഠയും ഉണ്ടാക്കി. അവിടെ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആഹാബ് രാജാവും രാജ്ഞിയായ ഇസബേലും കൂടി ദൈവകോപത്തെ അവിടെ ജനിപ്പിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു നാളുകളാണ് എലിയാ പ്രവാചകൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. ദൈവജനമേ, ആ സമയത്ത് ആ രാജാവിനോട് അതിശക്തമായി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാനായിട്ട് യഹോവയായ ദൈവം തമ്പുരാൻ ഇതാ ഏലിയാ പ്രവാചകനെ അവിടെ ഉപയോഗിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ഒരു രാജകൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ദുഷ്ടനായ രാജാവിനോട് അല്ല രാജ്ഞിയോട് അതിശക്തമായി ആർക്കാണ് പറയുവാൻ സാധിക്കുക? ദൈവത്തിൻ്റെ തിരുവചനം പറയുവാൻ സാധിക്കുക, മുന്നറിയിപ്പ് കൊടുക്കുവാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുമ്പോൾ എല്ലാം വലിയ ബുദ്ധിമുട്ടതാണ്. എങ്കിൽ പോലും ഏലിയാ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. ദൈവശബ്ദം, ആ ദൈവത്തിൻ്റെ ആലോചന കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ യാതൊരു പേടിയുമില്ലാതെ ധൈര്യത്തോടുകൂടി പരിശുദ്ധാത്മ നിറവിൽ ഏലിയാ പ്രവാചകൻ അവിടെ ചെന്ന് അറിയിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാ പ്രവാചകൻ ഉണ്ടാവുകയാണ്. 2-ാമത്തെ വാക്യം. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോട്ടിനരികിൽ ഒളിച്ചിരിക്കുക, തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാ പ്രവാചകൻ ഉണ്ടാവുകയാണ്, നീ ഉടൻ തന്നെ ഇവിടെ നിന്ന് പോകണം, ഇവിടെ നിന്നാൽ അപകടമാണ്, വളരെ വേഗം പോയിക്കൊള്ളണം, നീ ഇന്ന സ്ഥലത്തേക്ക് പോകണം, കെരീത്തോട്ടിനരികെ താമസിക്കണം, അവിടെ ആ തോട്ടിലെ വെള്ളം നിനക്ക് കുടിക്കാം, പോരാ നിനക്ക് ഭക്ഷണം തരുവാനായിട്ട് കാക്കയെ ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കാര്യമാണ് മാനുഷിക ബുദ്ധിയിൽ. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, ദൈവത്തിൻ്റെ വചനമാണ്. നാം പിന്നീട് കാണുന്നത് ഏലിയാ പ്രവാചകന് വിശപ്പുണ്ടായില്ല. കാരണം ആ വിശപ്പ് മാറ്റാനായിട്ട് യഹോവയായ ദൈവം തമ്പുരാൻ അവിടെ രാവിലെയും വൈകിട്ടും ഒരു കാക്കയെ പറഞ്ഞയച്ച് അപ്പവും ഇറച്ചിയും കൊണ്ടിക്കൊടുത്തു. പോരാ, ആ കെരീത്തോട്ടിലെ വെള്ളം കുടിച്ച് സന്തോഷമായി ഏലിയാ പ്രവാചകൻ ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് അനുസരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. സഹോദരങ്ങളെ, പിന്നീട് അവിടെ കാണുന്നത് കെരീത്തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. ആ സമയത്ത് ദൈവം വീണ്ടും അവിടെ അരുളപ്പാട് കൊടുക്കുന്നുണ്ട്.
വീണ്ടും പറയുകയാണ്, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടാകുന്നാൽ നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദൈവജനമേ, ഇതാ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന ആരെയും ദൈവം നിരാശപ്പെടുത്തില്ല. അവനെ തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ്റെ വചനം കേട്ടനുസരിക്കുന്ന എല്ലാവരെയും പോറ്റിപ്പുലർത്തുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവവൈതൽ ലജ്ജിച്ചു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ ദൈവത്തിൻ്റെ വചനം വീണ്ടും കേട്ടതനുസരിച്ച് എലിയ പ്രവാചകൻ സാരേഫാത്തിൽ ചെല്ലുമ്പോൾ പറഞ്ഞതുപോലെ വിധവയുടെ വീടിന് മുമ്പിൽ ചെല്ലുമ്പോൾ പട്ടണവാതിൽക്കൽ ചെന്ന് കഴിയുമ്പോൾ വിധവയെ കാണുകയാണ്. അവിടെ ഞാൻ കാണുന്നത്, അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പറക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറേ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമാണ്. നീ സാരേഫാത്തിലേക്ക് കടന്നു ചെല്ലണം. അവിടെ ഒരു വിധവയെ നിനക്ക് വേണ്ടി അവിടെ ഏർപ്പാടാക്കിയിട്ട് നിന്നെ പോറ്റി പുലർത്തുവാനായിട്ട് ഒട്ടും സംശയിച്ചില്ല. കിരീത്തൊട്ടിനരയിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ കാക്കയെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും അവിശ്വസിക്കാതെ എലിയ പ്രവാചകൻ കിരീത്തൊട്ടിനരയിലേക്ക് പോകുകയായിരുന്നു. വീണ്ടും അവിടെ വെള്ളം വറ്റിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ കൽപ്പനയാണ്, സാരേഫാത്തിലേക്ക് കടന്നു ചെല്ലണം. അവിടെ ഒരു വിധവയെ ഞാൻ നിനക്ക് വേണ്ടി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അവിടെയും എലിയ പ്രവാചകൻ ഒട്ടും സംശയിച്ചില്ല, അവിടെ കടന്നു ചെന്നു. ആ വിധവയെ കാണുകയാണ്. എനിക്ക് ആവശ്യമായത് കുടിപ്പാൻ ഒരു പാത്രം വെള്ളം കൊണ്ടുവരണമേ. വീണ്ടും പറയുകയാണ്, നീ പോരുമ്പോൾ ഒരു കഷണം അപ്പവും കൂടെ കൊണ്ടുവരണമേ എന്ന് എലിയ പ്രവാചകൻ പറയുകയാണ്. പ്രിയ ദൈവജനമേ, ആ സമയത്ത് ഈ വിധവയുടെ മറുപടി എന്താണ് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ആ സമയത്ത് അവൾ ഒരു മറുപടി പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയാണ്. കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പവും എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ദൈവതിരുനാമത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ആ വിധവ ഏറ്റവും സങ്കടത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്. ഭർത്താവ് മുമ്പേ മരിച്ചുപോയി, വിധവയായി തീർന്നു. ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകനും അവളും കൂടി കഷ്ടപ്പെട്ട് അവിടെ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ദേശത്ത് ക്ഷാമമുണ്ടായിരിക്കുന്നത്. എല്ലായിടത്തും പട്ടിണിയാണ്. അങ്ങനെ പട്ടിണി കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ, ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലായി, ഇനി കാര്യമായിട്ടൊന്നുമില്ല. ഭരണിയിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ മറ്റൊന്നും ആ ഭവനത്തിലില്ല. അതുകൊണ്ട് അവൾ തീരുമാനമെടുക്കുന്നു, 2 വിറക് പറക്കൊണ്ട് ചെന്ന് അതെല്ലാം പാചകം ചെയ്ത് അത് കഴിച്ചിട്ട് മരിപ്പാൻ വേണ്ടിയിരിക്കുകയാണ്. പട്ടിണി കൊണ്ട് മരിക്കുകയാണോ അഥവാ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ അറിയില്ല. പ്രിയപ്പെട്ട് ചുരുക്കി പറഞ്ഞാൽ ആ കുടുംബം ഏറ്റവും നിരാശയുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു 35 വർഷത്തിന് മുമ്പുള്ളതായ സംഭവമാണ്. പറഞ്ഞത് ഈ അടുത്ത ദിവസമാണ്. അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ഇദ്ദേഹം മൂത്ത മകനാണ്. താഴെ 4-5 സഹോദരന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. ഇദ്ദേഹത്തിന് ഒരു ചെറിയ തൊഴിലുണ്ട്. ആ തൊഴിലെല്ലാം ചെയ്ത് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹമാണ് തറവാട് വീടൊന്ന് പുതുക്കിപ്പണത് ഭംഗിയാക്കി എടുത്തത്. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ആദ്യ ദിനത്തിൽ തന്നെ, അന്ന് വൈകുന്നേരം തന്നെ അമ്മയുമായി ഈ വന്നു കയറിയ മരുമകൾ വഴക്കാരംഭിച്ചു. ഒരു മരുമകളുടെ കുഴപ്പമില്ല, അമ്മയുടെ ചില പ്രശ്നങ്ങളുണ്ട്, എന്തുമായിക്കോട്ടെ വഴക്കുണ്ടായി. അന്നെല്ലാം വലിയ ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെയും ഈ വഴക്ക് കൂടി വരികയാണ്. വീട്ടിൽ വലിയ അസ്വസ്ഥത. രാവിലെ 10 മണിയായപ്പോൾ അദ്ദേഹം ആ അസ്വസ്ഥത ഒഴിവാക്കുവാനായിട്ട് കവലയിലേക്കൊന്ന് പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴുണ്ട് ഭാര്യ നിലവിളിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. എന്തിനാണ് നീ കരയുന്നത്? നിങ്ങൾ അമ്മയോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ ഭാര്യയോട് ചോദിക്ക്, അവളുമായി നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേ മതിയാകൂ, അവൾ ശരിയല്ല, പ്രശ്നക്കാരിയാണ്. വലിയ ബുദ്ധിമുട്ട്. പ്രിയപ്പെട്ടവരെ, വാക്കുതർക്കം കൂടി വന്നപ്പോൾ അദ്ദേഹം ചെയ്തത്, ദേഷ്യം കൊണ്ട് ഇദ്ദേഹം കോപാക്രാന്തനായപ്പോൾ അലറി വിളിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പെട്ടെന്ന് ഇടത് കൈ കൊണ്ട് അമ്മയുടെ ഇങ്ങനെ കവിളിൽ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് അമ്മയെ അടിക്കുവാനായിട്ട് 3 പ്രാവശ്യം കൈയോങ്ങി. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം കൈയോങ്ങി. പക്ഷെ ദൈവകൃപയാൽ അടിച്ചില്ല. അമ്മയോട് കുറെ ചീത്ത വിളിച്ചു. അമ്മയും തിരിച്ചു പറഞ്ഞു.
അമ്മ പറഞ്ഞു, നീ ഇപ്പോൾ ഈ നിമിഷം തന്നെ ഇവിടെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം, ഇറങ്ങിയേ മതിയാവും, ഇല്ലെങ്കിൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് എല്ലാവരെയും കൊന്നുകളയും. വലിയ പ്രശ്നമായി. പ്രിയപ്പെട്ടവരെ, ഗത്യന്തരമില്ലാതെ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇറങ്ങുകയില്ല, ഞാൻ പണിത വീടാണ്, എൻ്റെ അധ്വാന ഫലമാണ് ഈ വീട്, ഞാൻ ഇറങ്ങുകയില്ല, ഇറങ്ങിയേ മതിയാകൂ. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഭാര്യയും കൊണ്ട് അവിടെ ഇറങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ നിരാശ അനുഭവപ്പെട്ടു. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എൻ്റെ കല്യാണം ഇന്നലെയാണ് കഴിഞ്ഞത്, ഞാൻ ഇന്ന് ഇറങ്ങേണ്ടി വന്നു, ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട്. പോരാ, ഇന്നലെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി, പക്ഷേ ഇന്ന് പിറ്റേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഒപ്പം തന്നെ ഞാൻ പണിതായി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, എൻ്റെ അധ്വാന ഫലമാണ്. അതും പോരാ, എൻ്റെ അമ്മയോട് വഴക്കടിക്കേണ്ടി വന്നു, എൻ്റെ അമ്മയെ തല്ലുവാൻ കയ്യോങ്ങി. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. വളരെ നിരാശനായി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ് ഭാര്യയുമായിട്ട്, ഭാര്യയുടെ വീട്ടിലേക്കല്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, അന്ന് ഞാൻ പോകുമ്പോൾ വലിയ നിരാശയാണ്, ജീവിതം വഴിമുട്ടിപ്പോയ അവസ്ഥ, ജീവിതം കൂമ്പടഞ്ഞു പോയ അവസ്ഥ. എങ്ങോട്ട് പോകും? മനസ്സിലേക്ക് പലവട്ടം കടന്നു വന്നു, ആത്മഹത്യ ചെയ്യണം, ഭാര്യയുമായിട്ട് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യണമെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, എൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്? ജീവിതത്തിൽ ഈ നാളുകൾ നിരാശ കൂടി വരുന്ന, ഭാരവും രോഗവും വേദനകളും കഷ്ടപ്പാടുകളും സാമ്പത്തിക ക്ലേശങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, അസമാധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതങ്ങൾ ഇന്ന് കൂമ്പടഞ്ഞു പോയ ജീവിതങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞതായ മനുഷ്യൻ പറഞ്ഞതുപോലെ, സാരേഫാത്തിലെ വിധവ പറഞ്ഞതുപോലെ പലരും ചിന്തിക്കുകയാണ്, മരിച്ചാൽ മതിയല്ലോ, ഇനി എങ്ങനെയാണ് എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്? എൻ്റെ കയ്യിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി, എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും? ജീവിതത്തിൽ ഒരിഞ്ച് പോലും മുന്നോട്ട് പോകുവാൻ കഴിയാത്ത നിരാശപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന അനേകം ആളുകൾ ഇത് കേൾക്കുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ട ദൈവജനമേ, എന്നാൽ നാം എന്താണ് തീരുമാനമെടുക്കേണ്ടത്? അതിലേക്കാണ് കടന്നു വരുന്നത്. ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സാരേഫാത്തിലെ വിധവായി കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല, നിനക്കൊരു ഉണ്ടാക്കി തരുവാനായിട്ട് ഇപ്പോൾ സംവിധാനമില്ല, ഞങ്ങളിതാ മരിക്കാൻ പോവുകയാണ്. അങ്ങനെ സങ്കടത്തോടെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വായിച്ചതായ കുറുവാക്യത്തിലേക്ക് കടന്നു വരികയാണ്. ഏലിയാ പ്രവാചകൻ മറുപടി പറയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 13-14 തിരുവചനങ്ങൾ. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അടയുണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതാ ഏലിയാ പ്രവാചകൻ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ പ്രവാചകൻ, അവളോട് വചനം പറയുകയാണ്, അരുളപ്പാട് കൊടുക്കുകയാണ്. ആദ്യം പറയുന്ന വാക്ക് നീ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നു നീ ഭയപ്പെടേണ്ട. സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വാക്ക് തന്നെ ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഏതാനും ചില ആട്ടിടയന്മാർ ബേത്ലഹേം മലഞ്ചെരുവുകളിൽ പാതിരാ സമയത്ത് ആടുകളെ മേച്ചുകൊണ്ടല്ല, ആടുകളെ കാവൽ ചെയ്തുകൊണ്ട് പാതിരാ സമയത്ത് കിടന്നുറങ്ങുമ്പോൾ, തണുപ്പുള്ള രാത്രികാലമാണ്, തണുത്ത് വിറച്ച് കിടക്കുമ്പോഴാണ് പെട്ടെന്നൊരു വെളിച്ചം കാണുന്നത്, ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. അവർ ഭയപരവശരായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:10 പറയുന്നു, ആ ദൂതൻ അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകാൻ പോകുന്ന ഒരു മഹാവലിയ സന്തോഷം ഇതാ ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണമേ, സുവിശേഷം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട എന്നുള്ളതായ തിരുവചനമാണ്. എന്തുകൊണ്ട്? യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ളത് കൊണ്ട് നാം ആരും ഭയപ്പെടേണ്ട. ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നാം ആരും ഭയപ്പെടേണ്ട. വിശുദ്ധ ബൈബിളിൽ 365ഓളം പ്രാവശ്യങ്ങളായി പറയുന്നു ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, യേശു കൂടെയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. ആ ദൈവശബ്ദം നാം ഒന്ന് കേൾക്കുവാൻ തയ്യാറായാൽ മതി. ഇവിടെ ഏലിയാ പ്രവാചകൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം നീ എനിക്കൊരു ഉണ്ടാക്കി നൽകണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയായ ദൈവം പറയുകയാണ്, ഇതാ അങ്ങനെ നീ ഒരു അടയുണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിന്റെ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകുകയില്ല, കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല. അവൾ പറഞ്ഞല്ലോ, ഒരു പിടി മാവേ ഉള്ളൂ, ഭരണിയിൽ ഇത്തിരി എണ്ണയേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നീ എനിക്ക് ഒരു ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ
നിന്റെ ആ ഭരണിയിലെ എണ്ണ വറ്റിപ്പോകുകയില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാ പ്രവാചകൻ അവൾക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ നാം എന്താണ് കാണുന്നത്? ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് വേണമെങ്കിൽ സംശയിക്കാം, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ? ഏലിയാ പ്രവാചകനെ മുൻപ് കണ്ടിട്ടില്ല, ഇവൻ പ്രവാചകനാണോ എന്നറിയില്ല, ദേശത്തെല്ലാം വലിയ ക്ഷാമമാണ്, എനിക്കാണെങ്കിൽ ഭർത്താവില്ല, ഞാൻ വിധവയാണ്, ഒരേ ഒരു മകൻ മാത്രം. ഇതാ വീട്ടിലുള്ളതായ അവസാന ഭക്ഷണവും ഉണ്ടാക്കി മരിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, അവളൊട്ടും സംശയിച്ചില്ല. അവൾക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവ ശബ്ദമാണ് കേൾക്കുന്നത്. അതനുസരിക്കുവാൻ തയ്യാറായി. വീണ്ടും അവിടെ കാണുന്നത്, അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞ് പോയതുമില്ല. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ പാവപ്പെട്ട വിധവ ഏലിയാ പ്രവാചകൻ പറഞ്ഞത് ചെയ്ത് അനുസരിച്ചപ്പോൾ അവിടെ നാം പിന്നീട് കാണുന്നത് അനേക നാളുകൾ, ആ ക്ഷാമകാലമെല്ലാം തീരുന്നത് വരെ, ഇതാ മഴ പെയ്യുന്ന കാലം വരെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഏലിയാ പ്രവാചകനോട് അരുളി ചെയ്ത തിരുവചനം അനുസരിച്ച് ആ വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. സന്തോഷത്തോടെ അവരെ കുടുംബസമേതം ഏലിയാ പ്രവാചകനോടൊപ്പം അവിടെ സന്തോഷമായി പ്രിയപ്പെട്ടവരെ പട്ടിണിയില്ലാതെ പരിവട്ടമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതായ സംഭവം അതിൻ്റെ ബാക്കി ഭാഗത്തോട് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് ഒരു ദൂരെ അന്ന് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി ഭാര്യയുമായിട്ട് പോയെങ്കിലും പിന്നീട് ചിന്തയുണ്ടായി, ഒരു ബന്ധുവീട്ടിലേക്കൊന്ന് പോകാം, ദൂരെയാണ്. അദ്ദേഹം അവിടെ ചെന്നു. അന്ന് രാത്രി ഒരു ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ആ സ്ഥലത്ത് കടന്നു ചെന്നത്. അവിടെ ചെന്ന് പറഞ്ഞു, ഭാര്യ ഒരു 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞാൻ നാട്ടിൽ നിന്ന് പോയിട്ട് വാടക വീട് സംഘടിപ്പിച്ചിട്ട് വരാം. അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് ഉച്ച കഴിഞ്ഞോട് വൈകുന്നേരമായപ്പോൾ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി വാടക വീട് അന്വേഷിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സംഘർഷമാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതായ 2-3 കാര്യങ്ങൾ, അതിലേറ്റവും കൂടുതൽ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നത്, ഞാൻ എൻ്റെ സ്വന്തം അമ്മയെ അടിക്കുവാൻ കയ്യോങ്ങിയല്ലോ, എന്താണ് പരിഹാരം? അദ്ദേഹം പറഞ്ഞു, 35 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ആ പട്ടണത്തിലുള്ളതായ ടൗണിലുള്ളതായ ഒരു വലിയ പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. അദ്ദേഹം അവിടുത്തെ വികാരിയച്ഛനെ കാണുകയാണ്. ആ വികാരിയച്ഛനോട് സങ്കടത്തോടെ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം പറഞ്ഞ് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ആ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഈ മനുഷ്യനോട് പറഞ്ഞു, സഹോദര, താങ്കൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, താങ്കളുടെ ഇനിയുള്ളതായ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്തേ മതിയാകൂ. ആദ്യം പോയി ഭാര്യയെ വിളിച്ചു കൊണ്ടുവരണം. രണ്ടാമത് ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കണം. ക്ഷമ ചോദിച്ചേ മതിയാകൂ, അല്ലാതെ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധ്യമല്ല. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ പോയിക്കൊള്ളാം. അങ്ങനെ ആ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്ക് കേട്ടനുസരിച്ച് പ്രിയപ്പെട്ടവർ അദ്ദേഹം തിരികെ ആ ബന്ധുവീട്ടിൽ പോയി ഭാര്യയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഭാര്യ അതനുസരിക്കും. ആദ്യം തയ്യാറല്ല, പക്ഷേ അദ്ദേഹം ഭാര്യയെ സമ്മതിച്ചു. ഭാര്യയെയും കൂട്ടിക്കൊണ്ടുവന്ന് അമ്മയുടെ കാൽ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചു, അമ്മയെ ക്ഷമിക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അമ്മ ക്ഷമിക്കുവാനും തയ്യാറായില്ല. അമ്മ പറഞ്ഞു, നിങ്ങളിപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങിയേ മതി, ഇറങ്ങിക്കൊള്ളാം, പക്ഷെ അമ്മ ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, കേൾക്കണമോ? എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം വീണ്ടും ഭാര്യയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അനേക നാളുകൾ പ്രിയപ്പെട്ടവരെ 6-7 വാടക വീടുകൾ അദ്ദേഹത്തെ താമസിക്കേണ്ടി വന്നു. എന്നാൽ കേൾക്കണമോ, ആ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമായിരുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടായിരുന്നു. അത് കേട്ടനുസരിച്ച് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ഗവൺമെൻറ് ജോലി കിട്ടുവാനിടയായി. പോരാ, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ബാങ്കിൽ ജോലി കിട്ടുവാനിടയായി. അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി. 2 മക്കളുണ്ടായി. മൂത്ത മകൾക്ക് 2 പേർക്കും വിദ്യാഭ്യാസം കിട്ടി. മൂത്ത മകൾക്ക് ജോലി കിട്ടി, വിവാഹം കഴിഞ്ഞ് സന്തോഷമായി കഴിയുന്നു. ഇളയ മകൻ നല്ല വിദ്യാഭ്യാസം കിട്ടി. ആ മകൻ ഇപ്പോൾ അച്ഛനോട് ചേർന്ന്, പിതാവിനോട് ചേർന്ന് ആ ജോലിയിൽ സഹായിച്ച് മുന്നോട്ട് പോകുകയാണ്. മനോഹരമായ ഭവനമുണ്ട്. സഹോദരങ്ങളെ, ആ മനുഷ്യൻ പറഞ്ഞു, 35 കൊല്ലങ്ങൾക്ക് മുൻപ് വലിയ പ്രതിസന്ധി ജീവിതത്തിലുണ്ടായപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ, പക്ഷേ അന്ന് ദൈവറവിയാൽ ഒരു പള്ളിയിൽ കടന്നു എന്നൊരു ബഹുമാനപ്പെട്ട വൈദികനെ കാണുവാനിടയായി. ആ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാനും ഭാര്യയും കൂടി എൻ്റെ അമ്മയോട് ക്ഷമ ചോദിക്കുവാനിടയായപ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ
ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു എന്ന്. ദൈവജനമേ, ഇതാണ് ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ചാലുള്ളതായ പ്രയോജനം. അന്ന് 35 കൊല്ലങ്ങൾക്ക് മുൻപ് ആ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമായിരുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടായിരുന്നു. അതുകൊണ്ട് ആ വ്യക്തിയുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. ഇവിടെ നാം കണ്ടത് അത് തന്നെയാണ്. ഏലിയാ പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ച് സാരേഫാത്തിലെ വിധവ ചെയ്തപ്പോൾ ആ വിധവയ്ക്കും കുടുംബത്തിനും അത് അനുഗ്രഹകരമായി മാറി. പിന്നീട് നാം വീണ്ടും കാണുന്നത് അതങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വിധവയുടെ മകൻ ദീനമായി കിടക്കുന്നത്. അവൻ്റെ ശ്വാസം നിന്നുപോയി എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഇവൾ കരയുന്നുണ്ട്. അവിടെ ഏലിയാ പ്രവാചകൻ ആ പൈതലിനെയും ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെയാണ് വചനം പറയുന്നത്. അവൻ്റെ പ്രാർത്ഥന കേട്ടു, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. ഇതാ ആ കുട്ടിയുടെ പ്രാണൻ മടങ്ങി വരികയാണ് ഏലിയാ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട്. പ്രിയപ്പെട്ടവരെ, ആ മകനെ ജീവനോടെ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇതാ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം, സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവൾക്ക് ബോധ്യമായി. അവൾ പറയുകയാണ്, നീ ദൈവപുരുഷനാണ്, നീ പ്രവാചകനാണ്, എനിക്ക് ബോധ്യമായി പോരാ, നിന്റെ നാവിന്മേലുള്ളത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ബോധ്യപ്പെട്ടു എന്ന് സാരേഫാത്തിലെ വിധവ പറയുകയാണ്. ആ വചനം കേട്ടനുസരിച്ചത് കൊണ്ട് അവൾ നിരാശപ്പെട്ടു പോയില്ല. അവൾക്ക് ആഹാരമുണ്ടായി, സന്തോഷമായി കഴിഞ്ഞ് പട്ടിണി മാറി എന്ന് മാത്രമല്ല, ഇതാ മകൻ്റെ ജീവൻ മടക്കി കിട്ടുന്നതായ അത്ഭുതകരമായ കാര്യങ്ങളിലേക്ക് ദൈവം ആ കുടുംബത്തെ മാറ്റിമറിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ നാമും ചിന്തിക്കേണ്ടത് ദൈവവചനം കേൾക്കുവാൻ നാം ദാഹത്തോടെ ഇനിയും മുന്നോട്ട് പോകണം എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിക്കുവാൻ നാം തയ്യാറാകണം. ഒട്ടും സംശയിക്കരുത്. സംശയിക്കുമ്പോഴാണ് ദൈവകൃപ കിട്ടാതെ പോകുന്നത്. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് മനസ്സിലാക്കുവാൻ പലർക്കും കഴിവില്ല എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാം വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 45-ാമത്തെ വാക്യം, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ യേശു തമ്പുരാൻ തുറന്നു. സ്വർഗ്ഗാരോഹണം ചെയ്തതിന് മുമ്പായി ആ ശിഷ്യന്മാരെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, അതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഈ ശിഷ്യന്മാർക്കെല്ലാം തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് യേശു തമ്പുരാൻ അവരുടെ ബുദ്ധിയെ തുറന്നു. ദൈവജനമേ, നാമും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ, ഇന്ന് ഞാൻ വചനം കേൾക്കാൻ പോവുകയാണല്ല, വചനം കേൾക്കാൻ ഇരിക്കുകയാണ്. എൻ്റെ യേശു തമ്പുരാനെ, ആ തിരുവചനങ്ങളെ തിരിച്ചറിയുവാനായിട്ട് എൻ്റെ ബുദ്ധിയെ ഒന്ന് തുറന്നു തരണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മുടെ ബുദ്ധിയെ തുറന്നു തരും, ബുദ്ധിയെ പ്രകാശിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും തീരുമാനമെടുക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. സഹോദരങ്ങളെ, ഇവിടെ ഈ സാരേഫാത്തിലെ വിധവ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തയ്യാറായി. ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാ പ്രവാചകനെ സൽക്കരിക്കുവാൻ തയ്യാറായി. അവൻ പറഞ്ഞതുപോലെ ഇല്ലായ്മയിൽ നിന്നും അട ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് സാരേഫാത്തിലെ വിധവ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്നതായ മേൽപ്പെട്ടക്കാരായിക്കോട്ടെ, വൈദികരായിക്കോട്ടെ, സുവിശേഷകരായിക്കോട്ടെ, അവരെ സ്വീകരിക്കുവാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുവാൻ തയ്യാറായാൽ നമ്മുടെ ദൈവം ആ കൊടുക്കുന്നതിന് മറുപടി നൽകുന്ന ദൈവമാണ്. മറന്നു പോകല്ലേ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ തിരുവചനം, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളും നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് കൊടുക്കുന്നത് അതിന് തക്കവണ്ണം പ്രതിഫലം തരുന്നവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിട്ട് കളയുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് കണ്ണമടച്ച് ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്നുള്ളതായ വിശ്വാസം ഉണ്ടാകുന്നുവെങ്കിൽ പോരാ, ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുവാൻ തയ്യാറായാൽ, സാരേഫാത്തിലെ വിധവ ഏലിയാ പ്രവാചകൻ്റെ ആ വചനം കേട്ട് അനുസരിച്ച്, ആ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് പോലെ ചെയ്യുവാൻ തയ്യാറായപ്പോൾ അവരുടെ കുടുംബത്തെ സർവശക്തനായ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമെന്നുള്ളതായ ബോധ്യത്തോടെ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് തീരുമാനമെടുക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ,
ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് നിൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാം ഈ തിരുവചനം കേട്ട് തീരുമാനമെടുക്കുകയാണല്ലോ. തീരുമാനമെടുക്കാൻ ശക്തി നൽകണമേ, കൃപ നൽകണമേ. ഞങ്ങൾക്കുള്ളതിന് ഇതാ ഞങ്ങൾ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ നിൻ്റെ വചനം കേട്ട് വചനം കേൾക്കുവാൻ ദാഹമുള്ളവരായി പോര തമ്പുരാനെ. വചനം കേട്ട് വചനം അനുസരിക്കുന്നവരായി തിരുവാൻ തക്കവണ്ണം, അത് വചനം കണ്ണമടച്ച് പരിപൂർണമായി അനുസരിച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമെല്ലാം തീരുമാനമെടുക്കുമ്പോൾ യേശു തമ്പുരാൻ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇവിടെ പ്രാർത്ഥനാവശ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം കർത്താവേ. ഇവിടെ യാതനകളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറണമേ. സാരേഫാത്തിലെ വിധവ നിരാശ പൂണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നുവല്ലോ. അതുപോലെ നിരാശപ്പെട്ടുകൊണ്ട് കുമ്പടഞ്ഞ ജീവിതങ്ങളുമായി ആത്മഹത്യാ പ്രവണതയുമായിരിക്കുന്ന ഓരോ ദൈവമക്കളെയും നീ സന്ദർശിക്കുമാറാകണമേ. ഓരോ ഭവനങ്ങളിലേക്ക് അങ്ങ് എഴുന്നള്ളി ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഭാരങ്ങളെയും സങ്കടങ്ങളെയും രോഗങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും യേശുവേ നീ എടുത്തു മാറ്റുമാറാകണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥങ്ങൾ യാചിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തെ ചോദിക്കും. പിതാവാൻ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമളി ചെയ്യുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ. Everybody